നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. വസന്തകാലം നിറങ്ങളും നാദങ്ങളും ചലനങ്ങളും നിറഞ്ഞ ഒരു ഫ്രഷ് എപ്പിസോഡ്. വെൽക്കം ടു ജീസസ് കിഡ്സ്. വസന്തം എന്ന് പറയുന്നത് നല്ല കാലത്തിന്റെ നന്മകൾ പുഷ്പിക്കുന്നതിന്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ നന്മകൾ സംഭവിക്കുമ്പോൾ അത് വസന്തകാലമാണെന്ന് വ്യാഖ്യാനിക്കാം. അപ്പൊ എപ്പോഴും വസന്തകാലമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ ചേച്ചി? അതെ, നമ്മൾ എപ്പോഴും നന്മ ചെയ്യുവാണെങ്കിൽ എപ്പോഴും വസന്തകാലമായിരിക്കും. എപ്പോഴും നന്മ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സ് നന്നാക്കി വെക്കണം. മനസ്സ് നന്നാക്കാനോ? നന്നായി പ്രാർത്ഥിക്കണം, നല്ല ചിത്രങ്ങൾ കാണണം, നല്ല കഥകൾ കേൾക്കണം. ഓ, നമ്മുടെ കൂട്ടുകാരുടെ കഥ പോലെ. അതെ, എങ്കിൽ നമുക്ക് കാണാം കാട്ടിലെ കൂട്ടുകാർ. നീ എന്തോ കാര്യമായ പണിയിലായിരുന്നെന്ന് തോന്നുന്നു. അല്ല, ഇവിടെ ആരും ഇല്ലേ? ഡാഡിയും മമ്മിയൊക്കെ എവിടെ പോയി? അവര് ഹോസ്പിറ്റലിൽ പോയതാ. ഹോസ്പിറ്റലിലോ? എന്താ പറ്റിയേ? മമ്മിയുടെ ഒരു കസിന് സുഖമില്ലാണ്ട് കിടക്കാ. അവർക്ക് ബ്ലഡ് കൊടുക്കാൻ പോയതാ. പീലിയെ തനിച്ചാക്കി പോകാൻ മമ്മിക്ക് എങ്ങനെ തോന്നി? അതെ, ഡാഡിയുടെ ബ്ലഡ് അവർക്ക് ചേരുന്നതാ. പിന്നെ മമ്മിക്ക് അവരെ ഒന്ന് കാണുകയും ചെയ്യാലോ, അതാ പോയത്. എന്നാലും പീലിയെ തനിച്ചാക്കി പോയത് ഒട്ടും ശരിയായില്ല. അത് സാരമില്ല, നീ അകത്തേക്ക് വാ. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അടുക്കളയിലോ? ഇതെന്താ പരിപാടി? അല്ല പീലി, ഇതെന്താ നീ ഉണ്ടാക്കുന്നേ? അതെ, അവര് ഉച്ചയ്ക്ക് വരുമ്പത്തേനും ചോറും കറിയും ഉണ്ടാക്കണ്ടേ? ചോറും കറിയോ? പീലിയുടെ മമ്മിയെ സമ്മതിക്കണം. ഇത്രയും പണം ഉണ്ടായിട്ടും സെർവന്റിനെ വെച്ചില്ലല്ലോ. എന്റെ മമ്മിയെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യിക്കില്ല. ഡാഡി എപ്പോഴും പറയും അവള് പഠിക്കുന്ന കുട്ടിയല്ലേ, അവളെ കൊണ്ട് പണിയൊന്നും ചെയ്യിക്കരുതെന്ന്. എന്റെ മമ്മി എന്നെ ഒറ്റക്കിട്ട് എവിടെയും പോകില്ല. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ മമ്മി നേരം വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി വെക്കുന്നേ. എന്റെ മമ്മി എന്നെ കൊണ്ട് എല്ലാം ചെയ്യിക്കും. മമ്മി പറയുന്നതേ പണം ഉള്ളത് കൊണ്ട് പണിയെടുക്കാതിരിക്കരുതെന്നാ. എല്ലാം ചെയ്ത് പഠിക്കണം, ഇല്ലെങ്കിൽ നാളെ നമ്മൾ തനിയെ ജീവിക്കാനുള്ളവരാ. അപ്പൊ ബുദ്ധിമുട്ടാകുമെന്നാ. നിന്റെ ഡാഡി ഒന്നും പറയാറില്ലേ? അതെ, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയാ ഡാഡിയും മമ്മി എന്നെ അപ്രീഷിയേറ്റ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടാ അടുക്കള പണി എടുക്കാൻ. കഷ്ടം, പീലി ഓർത്ത് എനിക്ക് സങ്കടം തോന്നുന്നു. അല്ല, ഞാൻ എന്തിനാ വന്നതെന്ന് നീ ചോദിച്ചില്ലല്ലോ. എന്തിനാ വന്നേ? നീ കളിക്കാൻ വരുന്നോ? കപിലും ഗംഭീരും എല്ലാം വരുന്നുണ്ട്. നമുക്ക് സാറ്റോ ക്രിക്കറ്റോ എന്ത് വേണേലും കളിക്കാലോ. ഞാൻ ഇപ്പൊ വരുന്നില്ല, ഡാഡിയും മമ്മി ഇവിടെ ഇല്ലാതെ. അവര് വന്നിട്ട് ഞാൻ വരാവേ. ഓ, അവരെപ്പോഴാ വരുന്നത്? വെക്കേഷൻ ആയിട്ട് പോലും നിനക്കൊന്ന് കളിക്കാൻ പറ്റില്ല അല്ലേ? പാവം. വെക്കേഷൻ കളിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ലോ. പിന്നെ ഈ അവസരങ്ങളിൽ വേണം നമ്മൾ വീട്ടിലെ ജോലികൾ പഠിക്കാനും വീടും പരിസരം വൃത്തിയാക്കേണ്ടതും അല്ല. നിന്റെ വേദങ്ങളുമായിട്ട് നീ ഇവിടെ ഇരുന്നോ.
ഒരിക്കൽ കൂടി ചോദിക്കാം, നീ വരുന്നുണ്ടോ? ഇല്ല, ഞാൻ വരുന്നില്ല. ദാസൻ എന്ന പോലെ മാതാപിതാക്കന്മാരെ സേവിക്കുക എന്നാണ് പ്രഭാഷണങ്ങളിലൂടെ ഈശോ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഈ വെക്കേഷൻ അവരെ സഹായിക്കാനും കൂടിയുള്ളതായി നാം മാറ്റണം. അങ്ങനെ മക്കളായ നമ്മെ ഓർത്ത് അവര് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാനിടയാകട്ടെ. അങ്ങനെയല്ലേ വേണ്ടത്? ഓ, എന്നാ പിന്നെ നീ അങ്ങ് ഇരുന്ന് ഉണ്ടാക്ക്, ഞാൻ പോവാ. പെണ്ണിന് പോവാതെ. ശ്ശോ, ഇതൊരു കാര്യം. മോനെ ഗംഭീരെ, എഴുന്നേൽക്ക്. എത്ര നേരമായി കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്നു? ഭക്ഷണം കഴിക്കണ്ടേ? ഞാൻ ഇവനോട് കൂടി ഒന്ന് ചേറ്റ് ചെയ്തോട്ടെ. നീ ഭക്ഷണം കഴിച്ചിട്ടൊന്ന് മാർക്കറ്റിൽ പോയിട്ട് വാ. എന്നിട്ട് വേണം വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ. ആന്റി അങ്കിളൊക്കെ വരുന്നതല്ലേ. മോനെ, നീ ഒന്ന് എഴുന്നേൽക്ക്. ഇപ്പൊ വരാമെന്ന് പറഞ്ഞില്ലേ? ഒന്ന് മര്യാദയ്ക്ക് കൂട്ടുകാരോട് സംസാരിക്കാനും സമ്മതിക്കില്ല. ഓ, പക്ഷെ എന്തൊരു കഷ്ടാണെന്ന് നോക്ക്. കിട്ടി കിട്ടി കിട്ടി. മോനെ, നീ ഭക്ഷണം കഴിക്ക്. എന്തായാലും നീ അതിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവര് വരുമ്പോഴത്തേനും ഭക്ഷണം ഉണ്ടാക്കൽ നടക്കില്ല. ആ, ഇനിയിപ്പോ എന്തായാലും ഞാൻ തന്നെ പോയിട്ട് വരാം. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സമാധാനായി. ഇന്നിനി എല്ലാരോടും ഒന്ന് ചാറ്റ് ചെയ്യാമല്ലോ. വെക്കേഷൻ സമാധാനമായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. അതെ, നമ്മുടെ കൂട്ടുകാരൻ എത്തിക്കൊണ്ടിരിക്കുന്നു. ഗംഭീർ, ഇതുവരെ എഴുതേറ്റില്ലേ? എത്ര നേരമായി നെറ്റിന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഒന്ന് ബാങ്കിൽ പോകാൻ ഞാൻ പറഞ്ഞതല്ലേ? എന്ത് ചെയ്യാനാ മക്കൾ ഇങ്ങനെയായാൽ? വലുതാകുമ്പോഴെങ്കിലും ഒരു സഹായം ഉണ്ടാകുമെന്ന് കരുതിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക, ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക എന്ന വചനം ഞാൻ അനുസരിച്ചെന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇത്രയും ദുഃഖിക്കേണ്ടി വരുമായിരുന്നില്ല. ഓ, ഈശ്വര ചിന്തയിതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ. ഈശ്വര ചിന്തയിതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ. ആഹാ, ഗംഭീർ മോട്ടുവും അവധിക്കാലം ശരിക്കും ആസ്വദിക്കുകയാണല്ലേ? സാറ് എവിടെ പോയിട്ട് വരിക? ഞാൻ എന്റെ ഒരു ബന്ധുവിന്റെ വീട് വരെ പോവുകയാ. അതെയോ? നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കളിക്കാൻ? പീലിയില്ലേ? പീലി വലിയ തിരക്കിലാ. വെക്കേഷനില് വീട്ടിലെ ജോലി പഠിക്കണം, മാതാപിതാക്കളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. കളിക്കാനൊന്നും അവള് വരുന്നില്ലാന്നേ. ഓഹോ, അത് ശരി. ആട്ടെ, വെക്കേഷനിൽ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാ പരിപാടികൾ? ഞങ്ങളെ കൊറേ നേരം കളിക്കും. ഞാൻ കുറെ നേരം എന്റെ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യും. മിക്കവാറും ചാറ്റിംഗ് കഴിയുമ്പോഴേക്കും വൈകുന്നേരം ആകും. പിന്നെ കുറച്ചു നേരം അങ്ങോട്ട് കളിക്കും. പിന്നെ രാത്രി വൈകുന്നവരെ വീണ്ടും ചാറ്റും ചീറ്റും. അങ്ങനെ വെക്കേഷൻ ഫുൾ ടൈം അടിപൊളി. പാരന്റ്സ് എപ്പോഴും എന്നെ വഴക്ക് പറയും, അവരുടെ കൂടെ ജോലിക്ക് കൂടാൻ പറഞ്ഞിട്ട്. ഇതൊന്ന് കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചാ അത് നടക്കണില്ലെന്ന്. വെക്കേഷൻ മുഴുവൻ കളിക്കാനുള്ളതാണെന്നാണ് നിങ്ങൾ കരുതുന്നത് അല്ലേ? ക്ലാസ് തുടങ്ങിയാ പിന്നെ പേരൻസ് കളിക്കാൻ വിടില്ല. എപ്പോഴും പഠിക്കുന്നു പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കും. വെക്കേഷനിൽ അങ്ങനെ പറയുന്ന പേടിക്കണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. പീലി എങ്ങോട്ടാണാവോ? വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞപ്പോ മമ്മി പറഞ്ഞു കുറച്ചു നേരം പോയി കളിച്ചോന്ന്. അതുകൊണ്ട് ഇവരുടെ കൂടെ കളിക്കാന്ന് കരുതി പോന്നതാ. മിടുക്കി. വീട്ടിലെ പണിയൊക്കെ പഠിച്ചോ? കൊറേയൊക്കെ ചെയ്യും സാറേ. മമ്മി പറഞ്ഞു വെക്കേഷനിലെ ഇതൊക്കെ പഠിക്കാൻ പറ്റൂന്ന്. ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് കൂടുതൽ പഠിക്കാനുണ്ടാകും. അതുകൊണ്ട് ഇപ്പോഴാ നല്ല സമയം. പീലി പറഞ്ഞത് കേട്ടിട്ട് ഒത്തിരി സന്തോഷം തോന്നുന്നു. വെക്കേഷൻ പോലും ഭാവി ജീവിതത്തിന് മുതൽക്കൂട്ടാക്കുന്ന രീതിയിൽ വീട്ടുജോലികൾ ചെയ്യാൻ ശ്രമിക്കുന്ന പീലിയെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു. ഗംഭീറിന്റെ ഫാദറിനെ ഞാൻ കണ്ടിരുന്നു. എപ്പോഴും ഇന്റർനെറ്റിന്റെ മുമ്പിലാണ് ഗംഭീർ എന്ന് അച്ഛൻ പറഞ്ഞു.
വ്യക്തിബന്ധങ്ങൾ വളർത്തേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പക്ഷേ ഭക്ഷണം പോലും വേണ്ടെന്ന് വെച്ച് ഫുൾ ടൈം കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുന്നത് വഴി നമ്മുടെ ആരോഗ്യവും സമയവും നഷ്ടമാകുന്നു. സത്യം ഇപ്പോഴല്ലേ മനസ്സിലായത്. ഗംഭീറിന്റെ ഫാദർ വലിയ ദുഃഖത്തോടെയാണ് എന്നോട് സംസാരിച്ചത്. വെക്കേഷനിൽ പോലും അവൻ ഒന്നിനും കൂടുന്നില്ലെന്നൊക്കെ പറഞ്ഞു. ഈ അവധി ദിവസങ്ങൾ നമ്മുടെ ചുറ്റുമുള്ളവരുടെ സന്തോഷം കൂടി നമ്മൾ വഴി വർദ്ധിക്കാൻ ഇടയാകണം. നമ്മുടെ മാതാപിതാക്കൾക്ക്, അയൽവാസികൾക്കെല്ലാം നമ്മൾ ഒരു അനുഗ്രഹമായി തീരണം. വേനൽക്കാലത്ത് കൊയ്തെടുക്കുന്ന മകൻ മുൻകരുതലുള്ളവനാണെന്ന് സുഭാഷിതം 10:5 പറയുന്നു. അല്ല സാറേ, ആ വചനം കൊണ്ട് എന്താ സാറേ അർത്ഥമാക്കുന്നത്? ഇപ്പോൾ പീലി അവധി ആഘോഷിക്കുന്നത് വീട്ടുജോലികൾ പഠിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. എറുമ്പിൻകൂട്ടം എത്രയോ ദുർബലം, എങ്കിലും അവ വേനൽക്കാലത്ത് ആഹാരം കരുതി വെക്കുന്നുവെന്ന് സുഭാഷിതം 30:25 വചനം ഇതോടുകൂടി വായിക്കാം. എല്ലാ ജോലിയും ചെയ്തു പഠിക്കുന്നത് വഴി ഭാവി ജീവിതത്തെ തന്റെ ഇടത്തോടെ നേരിടാൻ നമുക്ക് ധൈര്യവും നൽകുന്നു. എല്ലാവരും കൂടി എന്താ വലിയ ചർച്ചയിലാണെന്ന് തോന്നുന്നു. എന്താ എന്താ കാര്യം? നിന്നെ കണ്ടിട്ട് എത്ര കാലായി? നീ എങ്ങോട്ടാ എത്ര ധൃതിയില്? എന്റെ ഒരു അകന്ന ബന്ധു ഹോസ്പിറ്റലില്ല. ഹോസ്പിറ്റലിൽ നിൽക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാ. ബസ്സിന് ടൈമായി. ഞാൻ പോട്ടെ സാറേ. ശരി ശരി, വേഗം ചെല്ലേ. സമയം പോയി. ബസ് മിസ്സാകാതിരുന്നാ മതിയായിരുന്നു. പപ്പിയും നല്ല കാര്യങ്ങൾ ചെയ്ത് വെക്കേഷൻ അനുഗ്രഹപ്രദമാക്കുകയാ. മക്കളെ, നിങ്ങളും ഈ വെക്കേഷനിൽ കളി മാത്രമായി സമയം പാഴാക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമാക്കുന്ന രീതിയിൽ ഈ നാളുകളെ ഉപയോഗിക്കുക. സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക എന്ന കൊളോസോസ് ലേഖനത്തിലെ വചനം മറക്കാതിരിക്കുക. എല്ലാ കൂട്ടുകാർക്കും അനുഗ്രഹപ്രദമായ ഒരു വെക്കേഷൻ ആശംസിക്കുന്നു. ഓരോ നന്മയുടെ കഥകളും ഓരോ വസന്തങ്ങൾ വിരിയിക്കുന്നു. ഓരോ വസന്തങ്ങളും നമുക്ക് സന്തോഷവും നൽകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അരങ്ങിലെ വസന്തം കണ്ടാലോ? അത് കൊള്ളാം. ചലനങ്ങളും ഭാവങ്ങളും നിറഞ്ഞ വസന്തകാലം. ചെറുപുഷ്പം മിഷൻ ലീഗ് സംസ്ഥാന കലോത്സവം. തിരയിളകും അലകടലിൻ നടുവിലിതാ തുഴയെറിയും വലയെറിയും ശിഷ്യരിതാ ഗുരുവിൻ ശിഷ്യരിതാ. തിരയിളകും അലകടലിൻ നടുവിലിതാ തുഴയെറിയും വലയെറിയും ശിഷ്യരിതാ ഗുരുവിൻ ശിഷ്യരിതാ. തിരയിളകും അലകടലിൻ നടുവിലിതാ തുഴയെറിയും വലയെറിയും ശിഷ്യരിതാ ഗുരുവിൻ ശിഷ്യരിതാ. വലയെറിഞ്ഞവർ അവശരായി തുഴയെറിഞ്ഞവർ വിവശരായി. വെയിലുമൂക്കണ് വേർപ്പൊഴുകണ് വയറെറിയണ് മീനില്ല. കനിവു കിട്ടാ കടലിനോടായവരു ചൊല്ലണ് പരിഭവങ്ങൾ.
നിരാശരായി കണ്ണോടു കണ്ണു നോക്കി ശൂന്യമാം തോണി നോക്കി നിരാശരായി കണ്ണോടു കണ്ണു നോക്കി ഒരു ചെറുമീൻ പോലും നൽകാത്ത കടലിൻ കരിമുഖം കണ്ടവർ കരഞ്ഞുപോയി. പെട്ടെന്ന് മാനം കറുത്തേ, വാനിലെ വെട്ടം മറഞ്ഞേ, കൊടുങ്കാറ്റ് വീശവേ പ്രാണൻ കൊതിച്ചവർ തീരത്തെടുക്കുവാൻ വേഗം തുഴയെറിഞ്ഞേ. ആ നേരം തിരമാലകളിൻ മുകളിൽ താമര പോൽ ഗുരുയേശു ആഗതനായി. അത്ഭുതമായി നോക്കി ശിഷ്യഗണം വിനയമുടെ കൈകൂപ്പി നമിക്കുകയായി. അലറും അലമാലകൾ നടുവിൽ ആശ തകർന്നൊരു ശിഷ്യരോടായി ചൊല്ലി, വല നിറയെ മീൻ നിറയാൻ വലയിടു വലതുവശം. പോലുടനെ വല വീണല്ലോ, വല നിറയെ കര നിറയെ ചാകര. ഗുരുമൊഴി പോലുടനെ വല വീണല്ലോ, വല നിറയെ കര നിറയെ ചാകര. മേലേലോ മേലോ മേലേലോ, മേലോ മേലോ മേലേലേലോ, മേലേലോ മേലോ മേലേലോ, വാഴ്കവേ തെയ്തൈ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ തെയ്തൈ വഴി കൂറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം തെയ്തൈ അഴിവു കാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ തെയ്തൈ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാർത്തോമൻ. തെയ്തൈ പട്ടുടൻ പണി പുടവ പവിഴമുത്തു മാലയും തെയ്തൈ അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തോമൻ. തെയ്തൈ അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾക മാർത്തോമൻ. തെയ്തൈ അലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരെ താകൃകുതീ തത്താതിമൃതത്തെ
മുതലതേന്നും ഒതിത്തെ അതിനീഹ കാരണമേ എങ്ങിനെയെന്നും ഒതിത്തെ അതു പൊഴുതായവരെ അറിയിച്ചപ്പോൾ ഒതിത്തെ വിധമീത നീയറിക അരജൻ ചോഴൻ ഒതിത്തെ വിധി വിഷയം പ്രതിയ അടിയാർ വന്നു ഒതിത്തെ വിരവിലോരാസരിന നല്ലോനെ കാൺമൻ ഒതിത്തെ വിനയറുമാറ്റു പണികൾക്കെന്നാൽ ഒതിത്തെ കഴിവതു നൗവനമേ എന്നരുൾ ചെയ്യുക ഒതിത്തെ ഇടമതിൽ നിന്നൊരു തച്ച തകർകുതിത്തെയത്തിത്തെ മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടി ചെമ്പുമിരുമ്പും മറ്റും പല വക വേണ്ടും പണികൾ മഹിമയോടരിമകളെല്ലാം ചെയ്യും ഇമ്പമൊടരുവികൾ തിരുമനസാലെ ഇയൽ വഴി തീ തെയ്യന്തത്ത തികുതി തെയ്യന്തത്ത തീത്തെ തികുതി തെയ്തത്താതിത്താത് മൃതത്തെ വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ തക്കടകിടതകി തക്കടകിടതകി തക്കടകിടതകതി തകത തകത തകതീ തിക്കടകിടതകി തിക്കടകിടതകി തിക്കടകിടതകതി തികിത തികിത തികിതീ തക്കടകിടതകതി ആ തകതീ തിക്കടകിടതകതി ആ തികിതീ തക്കടകിടതകി തിക്കടകിടതക തക്കിട്ടേതാ ഇന്ദത്താകിടതക്കിടതക്കടകിടതകതി വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലേവ തകൃതിത്തത്താത് മൃതത്തെ എന്നെ നീ കാത്തല്ലോ ഏറ്റങ്ങളേശാതെ തെയ്ത് എന്നതും പാഴായി തേകുന്നു ദൈവമേ തെയ്ത് ഹിന്ദുവെന്നുള്ള നാടേറിയ സർപ്പങ്ങൾ തെയ്ത് എന്നിവ എന്നിയെ ഏറ്റമാം ജന്തുക്കൾ തെയ്ത് നാണമില്ലാതുള്ള നായനുണ്ടാതിക്കിൽ തെയ്ത് നാളിലെ കോളിലെ നന്നായി ചൊല്ലില്ലേ തെയ്ത് നാടെല്ലാം കാടലോ നായനെ എന്നെ നീ തെയ്ത് നന്നായി കൈവിട്ടോ നാടിട്ടേ ചാഴത്തിൽ തെയ്ത് മാറാനേ പോലനെ മനുഷ്യരല്ലല്ലോ തെയ്ത് മനുഷ്യരെന്ന പോൽ മനതാരിൽ തകർക്കുതീ തത്താതി മൃതത്തെ ഇവണ്ണം കെട്ടും കീഴായവാറേ ഇവരെ കൊണ്ടവണ്ണം വേണമെന്ന് ഇണ്ടൽ പേരുത്തു വിളിച്ചു ചോഴൻ തമ്പിയെ തമ്പിവ അണയാത്തെന്ന് തമ്പിയും താനുമായി വേണ്ടുവോളം കാര്യങ്ങളെ ചിന്തിക്കുന്നു അല്ലലായി രാജനി വണ്ണം ചൊന്നാൽ എന്നോടെ തമ്പി നീ കേൾക്ക വേണം തരമിപ്പോൾ നമ്മുടെ വർഷക്കാലം പെട്ട പോൽ പെട്ടിട്ടിൽ ആർക്കും മുൻപേ നടുവാഴുന്ന നൃപന്മാർക്കാർക്കും നണക്കേടിതുപോലെ വന്നിട്ടില്ല നടിനി ഞാൻ വാഴ്വാൻ യോഗ്യം പോരാ തമ്പി നീ വേണ്ടുമ്പോൾ പരിപാലിക്ക തീതേ ആനന്ദം വരുമാറ് മാലാഖമാർ തിതര ആകാശേ നിന്നിങ് ലോകം ചേർന്നു തിതേ ആചാര ജഠര മാടക്കും പോലെ തിതര ആകയാൽ കൂടി പൊതിയുന്നപ്പോൾ
തിതൈ തിതിരതയത്തെ ആത്മാവും ജഡരത്തിൽ പൂരിച്ചുടൻ തിതിതാര ആലസ്യം കൂടാതു യർത്തു രാജൻ തൈ തിതൈ തിതിരതയത്തെ ആരൂയിരിയോനെ സ്തുതി ചെയ്തവൻ തിതിതാര ആരോടും ചൊല്ലാതെ വനിൽ നോക്കി തിതിതാരപ്പെട്ടോ ഒരു മുനിവരൻ തന്നെ കണ്ട് തിതിതാര കാക്കൽ വീണാഴതു പീഴയും ചൊല്ലി തൈ തിതൈ തിതിരതയത്തെ മനഗുണമുടയവൻ അരുളാൽ വാനവർ മഹിമയോടെത്തിയ നഞ്ഞുടനെ ഇത് തിത്തിത്തെ മൃതല നെറുകെടും അതിനൊരു തേരതിൽ മംഗലമായവർ പുകിച്ച് ഇത് തിത്തിത്തെ കൈക്കൊണ്ടവർ ഒരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവർ ചിന്നമലയ്ക്ക് ഇത് തിത്തിത്തെ കരുണയോടിതുവഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും സിതുപാരിജെ ഇത് തിത്തിത്തെ കലമുട പലവ കിന്നര മഴകൾ നന്ദു നീങ്കഴ പലതരമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തെ നന്മോരും വകുപ്പല മൊഴിയൊരിച്ചത് നന്നേ മൽക്ക പുലമ്പേതെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തെ ഉടുമ്പിൽ നിന്നുയരെടുത്ത ആകാശേ ഉയരവനിരിപ്പിടം പുകിച്ച് ഇത് തിത്തിത്തെ വച്ച് തന്നെ വിധ മക്കളും മരുന്നിന് മരള വഴിക്ക് നടപ്പവരെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തെ വൻവിനെ ഒഴിയെ പെരിയവനൽ വഴി തിറമുടി തേടി പുലരാമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തെ തിത്ത തകത തികതത്താം തികതിക തകത തികതത്ത ഋഗുതിത്തത്താം ഋഗുതിന്തത്താം ഋഗുതിത്തത്താ ദിത്താത മൃതത്തെ. ജീസസ് കിഡ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നറിയാൻ ആഗ്രഹമുണ്ട്. വിശദമായി തന്നെ എഴുതുക. തിരഞ്ഞെടുക്കപ്പെടുന്ന കത്തുകൾക്ക് മനോഹരമായ സമ്മാനവുമുണ്ട്. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം TV പെരുവണ്ണാമൂഴി PO കോഴിക്കോട് പിൻകോഡ് 673528. വീണ്ടും പുതിയ രസക്കൂട്ടുകൾ തയ്യാറാകും വരെ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുമെന്ന ഉറപ്പോടെ ടാറ്റാ ബൈ ബൈ.